CPM ക്യാമ്പിലേക്ക് വന്നാൽ തോൽവിക്ക് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെതിരെ കഴക്കൂട്ടം കുളത്തൂർ ജംഗ്ഷനിൽ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ എന്നാണ് ഫ്ലക്സിലുള്ളത്. കുളത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം മോഹന്റെ ചിത്രവും ഫ്ലക്സിലുണ്ട്. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, ഇത് ശ്യാം മോഹന്റെ മാത്രം താല്പര്യവും എതിർപ്പും വിമർശനവും ഉയർത്താനുള്ളൊരു ഫ്ലക്സാണോ? അതല്ല, അവിടെ പാർട്ടിക്കകത്ത് കടകംപള്ളിക്കെതിരെ കാര്യമായ വിമർശനം ഉയരുന്നതിന്റെ പ്രതിഫലനമായി കാണണമോ? സൈഫുദ്ദീൻ, ഷാമോഹനെതിരെയും കടകംപള്ളിക്കെതിരെയുമാണ് ഈ ഫ്ലക്സ്. രണ്ടുപേരുടെയും ചിത്രം വെച്ചാണ് ഈ കുളത്തൂർ സഖാക്കൾ എന്ന പേരിൽ ഇത്തരത്തിലുള്ള ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. ഷാമോഹൻ ഏരിയ കമ്മിറ്റി അംഗമാണ്, ഈ കഴക്കൂട്ട ഏരിയ കമ്മിറ്റി അംഗമാണ്, DYFയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഈ രണ്ട് പേരെയും, കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഷാമോഹനെയും പ്രതിക്കൂട്ടിലായിക്കൊണ്ടാണ് ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ജനാധിപത്യം തിരിച്ചു വരണം, പണാധിപത്യം തുലയട്ടെ എന്നൊക്കെയുള്ള വാചകങ്ങൾ ഉയർത്തിക്കൊണ്ട്, ജനങ്ങളെ മറന്നുകൊണ്ട് പാർട്ടി തീരുമാനമെടുക്കലേ, ഒറ്റ കേന്ദ്രീകൃത നേതാക്കളിലേക്ക് പോകരുത് എന്നൊക്കെ വാചകങ്ങളാണ് ഈ കുളത്തൂർ സഖാക്കൾ എന്ന പേരിലുള്ള ഈ ഫ്ലെക്സിൽ ഏതായാലും ഉള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ CPM കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഷാമോഹനെതിരെയും ഈ കടകംപള്ളി സുരേന്ദ്രനൊക്കെ എതിരെ വലിയ വിമർശനം പ്രാദേശിക തലത്തിൽ ഉയർന്നിരുന്നു. നമുക്കറിയാം, ഈ ഏരിയയിലാണ് ഈ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിരുന്ന K. ശ്രീകണ്ഠൻ പാർട്ടിക്കെതിരെ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അന്നും കടകംപള്ളി സുരേന്ദ്രനൊക്കെ എതിരായിട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഏരിയയിൽ പാർട്ടിക്ക് വലിയ വോട്ട് ചോർച്ച ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഈ ഫ്ലക്സ് യുദ്ധത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. BJP വിജയിച്ച, V. മുരളീധരൻ വിജയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടി സഖാക്കൾ പാർട്ടി തിരുത്തേണ്ടതുണ്ട്. കേന്ദ്രീകൃതമായിട്ടുള്ള നേതാക്കന്മാരുടെ തീരുമാനത്തിനപ്പുറത്തേക്ക് ജനാധിപത്യപരമായിട്ടുള്ള വഴികളിലേക്ക് പാർട്ടി വരണം എന്നൊരു തരത്തിൽ കുളത്തൂർ സഖാക്കൾ എന്ന പേരിൽ ഇവിടെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്ന ഒരു സാഹചര്യം ഉള്ളത്. നമുക്കറിയാം, ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് ചില പ്രാദേശിക തലത്തിൽ പാർട്ടി പ്രവർത്തകരെ പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. സേഫു, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഒപ്പം കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം മോഹനെതിരെയുമാണ് വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിന് വിശദാംശങ്ങളാണ് സഫ്വാൻ നൽകിയത്.